നല്ല ഭക്ഷണം നമുക്ക് എവിടെ കിട്ടിയാലും നമ്മൾ ഓർത്തിരിക്കും അല്ലേ? അതിപ്പോൾ വീട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലായിക്കോട്ടെ. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ചാണ് ഞാനീ പറയുന്നത് കേട്ടോ. കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് വളരെ പ്രസിദ്ധമായൊരു സ്ഥലമാണല്ലോ, മുത്തപ്പൻ ക്ഷേത്രമുള്ള പറശ്ശിനിക്കടവ്. ചെറുപ്പത്തിൽ എൻ്റെ വലിയച്ഛൻ്റെ മകൻ രാജീവനാണ് എന്നെ ആദ്യമായിട്ട് ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നത്. പിന്നീട് വളർന്നപ്പോഴും ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ കുടുംബസമേതമൊക്കെ അവിടെ പോകാറുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഏത് ജാതി മതസ്ഥർക്കും പ്രവേശനമുണ്ട് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ വേർതിരിവില്ല, VIP ഇല്ല, സാധാരണക്കാരല്ല, ആർക്ക് ചെന്നാലും 2 നേരം ഭക്ഷണം കിട്ടും. പിന്നെ ഒരുവിധം എല്ലാ സമയത്തും തന്നെ കിട്ടുന്നതാണെന്ന് തോന്നുന്നു. വൻപയർ പുഴുങ്ങിയതും തേങ്ങാക്കൊത്തും പാൽ ചായയും ഞാൻ പോയ സമയത്തൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് എപ്പോഴാണ് സ്റ്റോപ്പാകുന്നത് എനിക്കറിയില്ല, ഏത് സമയത്താണെന്ന് കേട്ടോ. അപ്പോൾ ഇങ്ങേരെന്താണ് ഈ പറശ്ശിനിക്കടവ് അമ്പലത്തിൻ്റെ വിശേഷം പറയുമ്പോൾ കുബൂസും അൽഫാമും കാണിക്കുന്ന ആരും വിചാരിക്കണ്ട കേട്ടോ. ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഒരാൾ പറഞ്ഞറിഞ്ഞാണ് അതിൻ്റെ തൊട്ടടുത്ത് വളപട്ടണം പുഴയിൽ വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് എന്ന് അറിഞ്ഞത്. അങ്ങനെ അവിടെ പോയി ഡ്രിഫ്റ്റ് ആൻഡ് ഡൈൻ. കൊള്ളാം, നല്ല ഭക്ഷണമായിരുന്നു, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്. എന്തായാലും ഞാൻ ഇതുവരെ ഈ വ്ളോഗുകൾ, ഫുഡ് വ്ളോഗൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്കും പിള്ളേർക്കും കുടുംബത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇതറിയാത്തവരറിയട്ടെ എന്ന് വിചാരിച്ചിട്ടിടുന്നതാണേ. കാരണം മുൻപ് പലതവണ പോയപ്പോഴും ഇങ്ങനൊരു റെസ്റ്റോറൻറ്റ് അവിടെ ഉള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അതുപോലെ അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ഇതിടുന്നത്. ഈ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുൻവശത്തെ പുഴയിൽ ഇടത് ഭാഗത്തായിട്ട് വലിയ നീളമുള്ള പാലം കാണാമല്ലോ, ആ പാലത്തിൻ്റെ ഇടതുവശത്തെ ചോട്ടിലാണ് ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഉള്ളത്. അതുപോലെ നമ്മൾ അമ്പലത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുന്ന ഇടത്തോട്ടാണല്ലോ, വലതുവശത്തെ കടകൾക്കിടയിലൂടെ ആ വഴിയിലൂടെ അങ്ങോട്ട് പോയാലും ഈ റെസ്റ്റോറൻറ്റിലെത്തും. അല്ലെങ്കിൽ മുകളിൽ റോഡിലൂടെ വന്നാലും പാർക്കിംഗ് ഏരിയയിലേക്ക്, അതായത് റെസ്റ്റോറൻറ്റ് പാർക്കിംഗ് ഏരിയയിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം അവിടെയുണ്ട്. ഞങ്ങൾ ഇപ്പുറത്താണ് വണ്ടി വെച്ചിട്ട് പോയത്. എന്തായാലും അവിടെ പോകുന്നവർ, താല്പര്യമുള്ളവർ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ്. ചിക്കൻ ഐറ്റംസും ഫിഷ് ഐറ്റംസും എല്ലാം തന്നെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. എന്തായാലും ഞങ്ങൾ വാങ്ങിച്ചത് പെരിപ്പെരി അൽഫാമും കാന്താരി അൽഫാമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഈ പെരിപ്പെരി അൽഫാമാണ്. സൂപ്പറാണ്, നല്ല ടേസ്റ്റിയാണ്. അനാവശ്യമായിട്ട് ഇങ്ങനെ മസാലകളൊക്കെ തേച്ചായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ ചിക്കനും ഫിഷ് ഐറ്റംസൊക്കെ താല്പര്യമുള്ളവർ പറശ്ശിനിക്കടവ് പോകുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ആയാലും ഒന്ന് പോയിട്ട് പരീക്ഷിക്കാവുന്നൊരു സ്ഥലമാണ്. ഒരു ഫീല് നന്നായിട്ട് തോന്നുന്നു. ഞങ്ങൾ പോയത് രാത്രി ആയതുകൊണ്ട് ആ പുഴയുടെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള സത്യം. ഒന്നുകൂടി ഒരു ഈവനിങ് സമയത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും നിങ്ങൾ പോയിട്ട് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അഭിപ്രായം പറയാൻ മറക്കല്ലേ.